മനോഹരമായി ആരാധന ലീഡ് ചെയ്യുന്ന പാസ്റ്റർ എബ്രഹാം ക്രിസ്റ്റഫർ, ഫിനി പാസ്റ്റർ, നിങ്ങളുടെ ടീമിനെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം ധാരാളമായിട്ട് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അഭിഷേകത്തിൻ്റെ നിറവിൽ നമ്മളെ ആത്മിക നിറവ് കളയാതെ നമ്മളെ ആത്മികവൽ വളർത്തുന്ന നല്ല ഗായകർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അപ്പോസ്തലനായ പൗലോസ് യേശു കർത്താവ് കഴിഞ്ഞാൽ ക്രൈസ്തവ ലോകത്തിൽ ഏറ്റവും അധികം പ്രാധാന്യത്തോടെ കാണുന്ന ഒരു വ്യക്തിയാണ് അപ്പോസ്തലനായ പൗലോസ്. വിശുദ്ധ ബൈബിളിലെ പുതിയ നിയമത്തിലെ ഏകദേശം പകുതിയോളം പുസ്തകങ്ങൾ എഴുതിയത് ഈ ദൈവമനുഷ്യനാണ്. ഇന്നത്തെ തുർക്കിയിലെ തർസോസ് എന്ന് പറയുന്നതായ റോമൻ നഗരത്തിലാണ് ഈ ദൈവമനുഷ്യൻ ജനിച്ചത്. യഹൂദ നിയമങ്ങളിൽ വളരെയധികം തീഷ്ണത ഉള്ളവനായി തീഷ്ണതയോടുകൂടെ പ്രവർത്തിച്ച ഒരു മനുഷ്യൻ. നമുക്കറിയാം, ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുവാൻ, ക്രിസ്തീയ മാർഗത്തെ, ക്രിസ്തുവിൻ്റെ അനുഭാവത്തിൽ ക്രിസ്തുവിനെ ഫോളോ ചെയ്യുന്ന ഒരു ജനറേഷന് ഫുൾ സ്റ്റോപ്പ് ഇടാൻ വേണ്ടി വളരെ തീഷ്ണതയോടെ ഒരു ദൗത്യം തൻ്റെ ജീവിതത്തിൽ ഏറ്റെടുത്ത് ഇങ്ങനെ ഉള്ളവരെ ഇല്ലാതെയാക്കണം എന്ന ദൗത്യം ജീവിത ലക്ഷ്യമായി ഏറ്റെടുത്ത് പ്രവർത്തിച്ചു വന്ന ഒരു മനുഷ്യൻ. ആമേൻ. എന്നാൽ തൻ്റെ ജീവിത യാത്രയുടെ ഒരോട്ടത്തിൻ്റെ നടുവിൽ യെരൂശലേമിൽ വീടാന്തരം കയറിയിറങ്ങി ക്രിസ്ത്യാനികളെ മുഴുവൻ പിടിച്ചുകെട്ടി തടവറയിലാക്കി പീഡിപ്പിച്ചു, പലരെയും കൊന്നുകളഞ്ഞു. അങ്ങനെ പീഡനങ്ങൾ ദൈവസഭയ്ക്കെതിരെ അഴിച്ചുവിട്ട് ക്രിസ്തീയ മാർഗത്തിലുള്ളവരെ അതിൽ നിന്ന് ഇല്ലാതെയാക്കാൻ ഭയപ്പെടുത്തി പിന്മാറ്റത്തിലേക്ക് കൊണ്ടുപോകാൻ വിശ്വാസത്തിൽ ഉറപ്പിച്ചു നിർത്താതെ വിശ്വാസത്തിൽ ജനം പതറിപ്പോകത്തക്കവണ്ണം ഭയമുളവാക്കുന്ന ഒത്തിരി പ്രവർത്തികൾ തൻ്റെ പ്രവൃത്തിയിലൂടെ വെളിപ്പെടുത്തി അധികാരിയിൽ നിന്ന് അധികാരപത്രം വാങ്ങിച്ചുകൊണ്ട് ദേശത്ത് ഉടനീളം തൻ്റെ അധികാരവും പദവിയും തൻ്റെ കഴിവും ഉപയോഗിച്ച് ഈ മാർഗത്തെ തകർക്കാനിറങ്ങിയ ഒരു മനുഷ്യൻ. തിരുവെഴുത്ത് പറയുന്നു, ദൈവസഭയുടെ ആദ്യത്തെ രക്തസാക്ഷിയായ സ്തേഫാനോസ് ജനത്തിൻ്റെ കല്ലേറുകൊണ്ട് മരിക്കുമ്പോൾ അതിന് മൗനാനുവാദം കൊടുത്തുകൊണ്ട് തൻ്റെ വസ്ത്രം സൂക്ഷിപ്പുകാരനായി കൂടെ നിന്ന ഒരു മനുഷ്യനായിരുന്നു ശൗൽ എന്ന് പറയുന്നവൻ. എന്നാൽ ദമസ്കോസിലുള്ള ദൈവജനത്തെ നശിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടെ താൻ ഡെമസ്കോസ് എന്ന് പറയുന്ന പട്ടണത്തെ ലക്ഷ്യമാക്കി നടക്കുമ്പോൾ, യാത്ര ചെയ്യുമ്പോൾ, ആ യാത്ര ഡെമസ്കോസ് പട്ടണത്തിൽ തൻ്റെ ലക്ഷ്യവുമായി എത്തുവാൻ കഴിയാതെ പാതി വഴിയിൽ ആ ലക്ഷ്യത്തെ തകർത്തുകൊണ്ട് സൂര്യനെ മിന്നുന്ന ഒരു ദൈവ തേജസ് പകലിൽ അവൻ്റെ മുഖത്തടിച്ചു. അവൻ്റെ കണ്ണ് അന്ധമായി. താൻ സഞ്ചരിച്ച കുതിരപ്പുറത്ത് നിന്ന് അവൻ നിലത്തു വീണു. ഞാൻ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയാം, ഒത്തിരി പ്രതിസന്ധികൾ സുവിശേഷത്തിനെതിരെ ഉയർന്നിട്ടുണ്ട്. ഒത്തിരി പ്രതിബന്ധങ്ങൾ സുവിശേഷകർ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും സുവിശേഷത്തെ ഇന്നും ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ടില്ല. മണക്കാലയിൽ 58-ാമത്തെ വർഷത്തിലും സുവിശേഷത്തിൻ്റെ മഹത്വം ഈ ദേശം കാണത്തക്കവണ്ണം, അനുഭവിക്കത്തക്കവണ്ണം ഇന്ന് രാത്രിയിലും ഇവിടെ വെളിപ്പെടുന്നതിൻ്റെ പിൻപിലെ കാരണം സുവിശേഷമെന്ന് പറയുന്നത് കേവലം ഒരു വാർത്തയല്ല. സുവിശേഷമെന്ന് പറയുന്നത് കേവലം ഒരു പ്രസംഗമല്ല. സുവിശേഷമെന്ന് പറയുന്നത് ഒരു വ്യക്തിയാണ്. ഇന്ന് രാത്രി ആ വ്യക്തിയുടെ പേര് ജീസസ് ക്രൈസ്റ്റ് എന്നാണ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദേശത്തോടും ദൈവജനത്തോടും ഞാൻ പറയുന്നു, യേശുവിനെ തകർക്കാൻ ആർക്കും കഴിഞ്ഞിട്ടില്ലെങ്കിൽ, യേശുവിന് ഫുൾ സ്റ്റോപ്പ് ഇടാൻ ലോകത്തിലൊരു മനുഷ്യനും കഴിഞ്ഞിട്ടില്ലെങ്കിൽ, ചക്രവർത്തിമാർക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ, അധികാര കേന്ദ്രങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ, ഇന്നും ഞാൻ പ്രസംഗിക്കുന്ന ഈ ഇന്ത്യയുടെ മണ്ണിലും സുവിശേഷത്തെ നിർത്തൽ ചെയ്യാൻ ഒരു ശക്തിക്കും ഒരു അധികാരത്തിനും കഴിയത്തില്ലെന്ന് ഈ രാത്രി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുക. അത് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഒരു സ്തോത്രം കർത്താവിന് പറഞ്ഞേ. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, സുവിശേഷത്തിന് എതിരായി സുവിശേഷം വിശ്വസിച്ചവരെ തകർക്കാൻ ഇറങ്ങിയവൻ ഒടുവിൽ സുവിശേഷത്തിന്റെ വക്താവായി തീർന്ന ചരിത്രമാണ് ഈ പുസ്തകം ഇന്ന് രാത്രി നമ്മോട് പറയുന്നത്.
എൻ്റെ പ്രിയരെ, സുവിശേഷകരെയും സുവിശേഷത്തെയും ഇതിൽ വിശ്വസിക്കുന്നവരെയും ഇല്ലാതെയാക്കാൻ പുറപ്പെട്ട ശൗലിനെ പൗലോസ് എന്ന പദവിയിൽ അപ്പോസ്തലത്തിൽ അഗ്രഗണ്യനാക്കി മാറ്റാൻ ഈ സുവിശേഷത്തിൻ്റെ ശക്തിക്ക് കഴിഞ്ഞെങ്കിൽ ഇന്ന് രാത്രി വിശ്വസിക്ക്, ഈ സുവിശേഷം ഒരു വെളിച്ചമാണ്, ഈ സുവിശേഷം ഒരു തീയാണ്. ഇന്ന് രാത്രി ഇതിനെ കെടുത്താൻ കഴിയുന്ന ഒരു ശക്തിയുമില്ല, ഈ വെളിച്ചത്തെ അടക്കി പിടിക്കാൻ കഴിയുന്ന ഒരു ശക്തിയുമില്ല. വിശ്വസിച്ചു പോയാൽ ഇന്ന് രാത്രി ബൈബിൾ പറയുന്ന പദം ഞാൻ ഉപയോഗിക്കുന്നു, വിശ്വസിച്ചാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുന്ന ഒരു ശക്തി വിശ്വാസത്തിലൂടെ ഇന്ന് രാത്രി വ്യാപരിക്കപ്പെടും. അതാ സുവിശേഷത്തിന്റെ മഹത്വം, അതാ സുവിശേഷത്തിൻ്റെ ശക്തി, അതാ സുവിശേഷത്തിൻ്റെ പ്രവൃത്തി എന്ന് പറയുന്നത്. എനിക്ക് തന്നിരിക്കുന്ന പ്രസംഗ വിഷയം എന്ന് പറയുന്നത് വിശ്വാസം പ്രവൃത്തിയിലൂടെ എന്നുള്ളതാണ്. വിശ്വാസം പ്രവൃത്തിയിലൂടെ. സത്യം പറഞ്ഞ വിശ്വാസത്തിന് പ്രവൃത്തിയുണ്ടോ? ഹല്ലേലൂയ, ആമേൻ. ഞാൻ പുറകാലെ വരുമ്പോൾ പറഞ്ഞോളാം. വിശ്വാസം പ്രവൃത്തിയിലൂടെ, ഇതാണ് നമ്മുടെ ചിന്ത. അത് ഞാൻ പുറകാലെ പറയാം. എൻ്റെ പ്രിയരെ, ഈ പൗലോസ് അപ്പോസ്തലൻ വിശ്വാസത്തിന് വേണ്ടി എതിരായി ഇറങ്ങിയവൻ അവസാനം വിശ്വാസത്തിൽ സുവിശേഷത്തിന് വേണ്ടി വക്താവായി മാറി. സുവിശേഷം എന്ന് താൻ സ്വീകരിച്ചോ, തന്നിൽ ഒരു പുതിയ ജനനം നടന്നു, താൻ ഒരു പുതിയ മനുഷ്യനായി തീർന്നു. അന്നു മുതൽ സുവിശേഷം പ്രസംഗിക്കാൻ ആരംഭിച്ചു. ഏകദേശം 65 വർഷങ്ങൾ, ഏകദേശം 65 വർഷങ്ങൾ താൻ ഈ സുവിശേഷത്തിന് വേണ്ടി നിന്നു. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിൽ ഞാൻ പറയാം, 3 മിഷണറി യാത്രകൾ താൻ നടത്തി. ഒത്തിരി രാജ്യങ്ങൾ താൻ സുവിശേഷവുമായി കയറിപ്പോയി. ഇരുളടഞ്ഞ എഫെസോസ് പട്ടണത്തിലും സുവിശേഷത്തിൻ്റെ ഉണർവിനെ കൊണ്ടെത്തിക്കാൻ ദൈവം ഉപയോഗിച്ചത് ഈ ദൈവമനുഷ്യനെയാണ്. അങ്ങനെയാണെങ്കിൽ ഏഷ്യ മൈനറിൽ ഒരു റിവൈവൽ ഉണ്ടാകാൻ സുവിശേഷകനായ അപ്പോസ്തലനായ പൗലോസിനെ ദൈവം ഉപയോഗിച്ചെങ്കിൽ ഇന്ന് രാത്രി ഏഷ്യയുടെ ഉണർവ് ഇന്ത്യയുടെ ഉണർവാക്കി മാറ്റാൻ, ഈ കേരളത്തിൻ്റെ റിവൈവലാക്കി മാറ്റാൻ വിശ്വസിക്കുന്ന നമ്മളിലൂടെ കർത്താവിൻ്റെ ശക്തി ഇന്ന് രാത്രിയിലും വ്യാപരിക്കുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുന്നു. ഞാൻ ഇന്ന് രാത്രി ആത്മാവിൽ പ്രവചിക്കട്ടെ, ഈ 58ാമത്തെ കൺവെൻഷൻ ആശീർവാദം പറയുന്നതിന് മുൻപ് ഇതിനകത്തു നിന്ന് വിശ്വാസത്തിനു വേണ്ടി ഒരു തലമുറ എഴുന്നേറ്റ് വരുമെന്ന്, ഒരു തലമുറ പുറത്തു വരുമെന്ന് ആത്മാവിൽ ഇന്ന് രാത്രി തിരിച്ചറിവുള്ള ദൈവമക്കൾക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാ. ത്രോവാസിൽ നിന്ന് യൂറോപ്പിന്റെ മണ്ണിലേക്ക് സുവിശേഷവുമായി കാലുവെച്ച് പൗലോസ് അപ്പോസ്തലൻ വന്ന് കയറിയത് ഫിലിപ്പിയ പട്ടണത്തിനകത്താണ്. ഫിലിപ്പിയ പട്ടണത്തിൽ പൗലോസ് വരുമ്പോൾ ഒരു വിശ്വാസി പോലും അവിടെയില്ല. സുവിശേഷവുമായി കയറി വന്ന പൗലോസ് ഫിലിപ്പിയുടെ മണ്ണിൽ സുവിശേഷത്തിനെ സ്വീകരിക്കാൻ പുഴവക്കത്തിരുന്ന ഒരു സ്ത്രീയുടെ പല ആവർത്തി ദൈവദാസന്മാർ പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞപ്പോൾ ഒക്കെ ഇന്നത്തെ ദിവസം ആ വാക്കുകൾ ഇവിടെ ആവർത്തിക്കപ്പെട്ടു. പുഴവക്കത്തിരുന്ന ഒരു സ്ത്രീയുടെ ഹൃദയം കർത്താവ് തുറന്നു. ആര് തുറന്നു? കർത്താവ് തുറന്നു. പ്രസംഗകൻ തുറന്നെന്നല്ല. ഇന്ന് രാത്രിയിൽ ഞാൻ പറയുന്നു, പ്രസംഗകന് ഹൃദയം തുറക്കാൻ പറ്റുകയില്ല, കർത്താവിന് ഹൃദയം തുറക്കാൻ പറ്റും. പ്രസംഗകന് വചനത്തെ പറയാനേ പറ്റൂ, പക്ഷെ ഹൃദയം തുറക്കുന്നത് ദൈവമാണ്. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, ദൈവം ഹൃദയം തുറന്നാൽ, ലുദിയായുടെ ഹൃദയം ദൈവം തുറന്നു. ഹൃദയം തുറന്നവൾ അപ്പോസ്തലന്മാർക്ക് വേണ്ടി വീട് തുറന്നു. ഹല്ലേലൂയ. ഹൃദയം തുറക്കപ്പെട്ടവൾ വീട് തുറന്നു. വീട് തുറന്നപ്പോൾ യോഗം വീട്ടിൽ ആരംഭിച്ചു. ഇന്ന് രാത്രി ഒരു സാധ്യതയും ഇല്ലെന്ന് പറഞ്ഞ് ഒതുങ്ങാനല്ല ദൈവം നമ്മളെ വിളിച്ചത്. ഇന്ന് രാത്രി ഒരു അവസരവും ഇല്ലാത്തിടത്ത്, ഒരു സാധ്യതയും ഇല്ലാത്തിടത്ത് ഇന്ന് രാത്രി കർത്താവിനെ അനുസരിക്കുന്ന എനിക്ക് നിനക്കും വേണ്ടി അവിടെ സാധ്യതകൾ ദൈവം തുറന്നു തരും. ഇന്ന് രാത്രി വിളിച്ചത് ദൈവമാണെങ്കിൽ, ശുശ്രൂഷ ഏൽപ്പിച്ചത് ദൈവമാണെങ്കിൽ, തിരഞ്ഞെടുത്തത് ദൈവമാണെങ്കിൽ, ഇന്ന് രാത്രി ഒരു സാധ്യതയും ഇല്ലാത്തിടത്ത് ദൈവം നിനക്ക് വേണ്ടി ഒരു സാധ്യത ഒരുക്കി തരും. ഞാൻ ആത്മാവിൽ ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ജനത്തെ നോക്കി വിളിച്ചു പറയുന്നു, ഇന്ന് രാത്രി നീ നിൽക്കുന്നത് ഒരു മരുഭൂമിയാകാം, പക്ഷേ ആ മരുഭൂമിയെ ഈ രാത്രി മലർവാടിയാക്കാൻ കഴിയുന്ന പരിശുദ്ധാത്മാവ് വിശ്വസിക്കുന്ന നിനക്ക് വേണ്ടി ഇന്ന് രാത്രിയിലും വ്യാപരിക്കും.
ഷാധാരബല ഹംദരാധന അർത്ഥരാജന രഗൽഖമാനിയ അദരഗടക ശംദരാധന. ഇന്ന് രാത്രി ഉയരത്തിൽ നിന്ന് അവൻ ആത്മാവിനെ നമ്മുടെ മേൽ പകരുവോളം തന്നെ ഈ മരുഭൂമിയായിരിക്കുകയുള്ളൂ. ആത്മാവ് വന്നാൽ മരുഭൂമി ഉദ്യാനമായി മാറും. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ചലിച്ചാൽ, പരിശുദ്ധാത്മാവ് ഇറങ്ങിയാൽ, ആത്മാവ് പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ ഇന്ന് രാത്രി മണക്കാലം മാറും. ഇന്ന് രാത്രി ദൈവസഭയ്ക്ക് മാറ്റം വരും. ഈ രാത്രി ഷാരോന് മാറ്റം വരും. ആരൊക്കെയോ വിശ്വസിക്കുന്നു ഇന്ന് രാത്രി, ആരൊക്കെയോ വിശ്വാസത്തിൽ ഇന്ന് രാത്രി അത് തിരിച്ചറിയുന്നു. ശൗലിനെ മാറ്റാൻ പരിശുദ്ധനായ ദൈവത്തിന് കഴിഞ്ഞെങ്കിൽ, സുവിശേഷത്തിന്റെ മഹത്വം അവന്റെ മേൽ വെളിപ്പെട്ടെങ്കിൽ, ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന ചിലര്, ഈ ശബ്ദ പരിധിക്കുള്ളിൽ ഇന്ന് രാത്രി ശ്രമിക്കുന്ന ചില വ്യക്തികൾക്ക് മാറ്റം വരുത്താൻ, രൂപാന്തരം വരുത്താൻ നമ്മുടെ കർത്താവ് മതിയായവനാണ്. സൂര്യനെ മില്ലുന്ന ഒരു തേജസ് ദമസ്കോസിന്റെ പടിവാതിൽക്ക് വെച്ച് ശൗലിന്റെ മേൽ അടിച്ചപ്പോൾ അവനൊരു ചോദ്യം ചോദിച്ചു, എന്നെ ഉപദ്രവിക്കുന്ന കർത്താവേ നീ ആരാ? ചോദ്യം, എന്നെ ഉപദ്രവിക്കുന്ന കർത്താവേ നീ ആരാ? ഹു ആർ യു ലോർഡ്? നീ ആരാ കർത്താവേ എന്നാ ചോദിച്ചേ. പക്ഷെ തിരിച്ച് കേട്ട മറുപടി, ആൻസർ അവൻ്റെ ജീവിതത്തെ മാറ്റുന്നതായിരുന്നു. തിരിച്ചവൻ കേട്ട ആൻസർ, ആ ചോദ്യത്തിൻ്റെ മറുപടി അവൻ്റെ കാലത്തെ തിരിക്കുന്നതായിരുന്നു. എന്താ മറുപടി? നീ ഉപദ്രവിക്കുന്ന നസ്രയനായ യേശുവാകുന്നു ഞാൻ. ഹല്ലേലൂയ. അവൻ കേട്ട ശബ്ദം എന്താ? അവൻ ചോദിച്ച ചോദ്യത്തിന്റെ മറുപടി എന്താ? നീ ഉപദ്രവിക്കുന്ന യേശുവാകുന്നു ഞാൻ. ആ മറുപടി അവനെ മാറ്റി. ഞാൻ ഇന്ന് രാത്രി ആത്മാവിൽ ഇങ്ങനെ പറയാം, ആ എൻകൗണ്ടർ ഉണ്ടാകുന്നത് വരെ അവൻ ആർക്ക് എതിരെ സംസാരിച്ചോ, ആരെ തകർക്കാൻ അവൻ ഇറങ്ങിയോ, ആരില്ലെന്നവൻ വാദിച്ചോ, അവനിപ്പോൾ നേരെ മുമ്പിൽ വന്ന് നിൽക്കുകയാ. മരിച്ചുപോയെന്നും മൺമറഞ്ഞെന്നും തീർന്നെന്നും ക്രൂശിക്കപ്പെട്ടെന്നുമൊക്കെ വിധി എഴുതി ഇനി ഇല്ലെന്ന് പറഞ്ഞ നസ്രായൻ വെളിപ്പെട്ട് നിൽക്കുന്നു. അതവൻ്റെ ജീവിതത്തെ മാറ്റി. ഇന്ന് രാത്രി ഞാൻ പരിശുദ്ധാത്മാവിൽ വിളിച്ചു പറയുന്നു, മരണം കൊണ്ട് അവസാനിച്ച ഒരുത്തനെ പ്രസംഗിക്കാനല്ല ഈ രാത്രി ഞാൻ ഈ വേദിയിൽ നിൽക്കുന്നത്. പാതാളത്തെയും മരണത്തെയും ജയിച്ച് എന്നേക്കുമായി ജീവിക്കുന്ന, അർത്ഥം ഇനി മരണമില്ലാത്തവൻ ഇനി ഒരിക്കൽ പോലും മരണത്തിന് കീഴടങ്ങാത്തവൻ, മരണത്തെ ജയിച്ച് എന്നേക്കും ജീവിക്കുന്നവനായി അവൻ പറയുന്നു, മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട്. ഈ രാത്രി പരിശുദ്ധാത്മാവനോട് പറയുന്നു, മരണത്തിന് വിധി എഴുതപ്പെട്ട ചിലതിനെ ഇന്ന് രാത്രി മരണത്തിൽ നിന്ന് പിടിച്ചു മാറ്റാൻ അധികാരമുള്ള ഒരുവൻ ഈ രാത്രി ഈ ഗ്രൗണ്ടിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. യെസ്, ജീവന്റെ മേൽ അധികാരമുള്ളവൻ, മരണത്തിന്റെ മേൽ അധികാരമുള്ളവൻ, രോഗത്തിന്റെ മേൽ അധികാരമുള്ളവൻ. ഇന്ന് രാത്രി നീ ഭാരപ്പെടുന്ന വിഷയം എത്ര വലുതാണെങ്കിലും, നിന്നെ ബാധിച്ച രോഗം എത്ര വലുതാണെങ്കിലും, ഇന്ന് രാത്രി ഡോക്ടർമാർ എന്തെല്ലാം വിധിയെഴുത്തുകൾ നടത്തിയാലും ഇന്ന് രാത്രി അതിൽ നിന്ന് നിന്നെ വ്യത്യസ്തമാക്കി മാറ്റുന്ന ഒരു ജീവിതം നിനക്ക് തരാൻ കഴിവുള്ള ഒരുവൻ ഈ രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. അവന്റെ പേര് യേശു എന്നാണ്. ലുദിയയുടെ വീട് സുവിശേഷത്തിനായി തുറന്നു. ഈ 2026 സുവിശേഷത്തിന് വേണ്ടി വീട് തുറന്നവർക്കായി സ്തോത്രം. സുവിശേഷത്തിനായി ഹൃദയം തുറന്നവർക്കായി സ്തോത്രം. ഈ 58ാമത്തെ കൺവെൻഷനിലും വന്ന് സുവിശേഷം കേട്ടിട്ട് പോകുകയല്ല, സുവിശേഷം ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്നവർക്കായി സ്തോത്രം. കർത്താവിൻ്റെ ദാസനെ എനിക്ക് ഇഷ്ടപ്പെട്ടു. എല്ലാ ദിവസവും പ്രസംഗിക്കുന്ന, വേറൊന്നും പറയാനില്ല. നമുക്ക് കൈമാറാനുള്ളത് സുവിശേഷമാണ്. നമുക്ക് കാണിച്ചു കൊടുക്കാനുള്ളത് ദാവീദിന്റെ സന്തതിയായി
ജനിച്ച് ജീവിച്ച് പ്രവർത്തിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഒരുവനല്ല, അടക്കപ്പെട്ടിടത്ത് നിന്ന് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റവൻ. ഹല്ലേലൂയ. പൗലോസ് വിളിച്ചു പറഞ്ഞു, അതാകുന്നു എൻ്റെ സുവിശേഷം. ഇന്ന് രാത്രി സജുവിൻ്റെ സുവിശേഷം അത് തന്നെയാണ്. ഇവിടെ ഇരിക്കുന്ന കർത്തൃദാസന്മാരുടെ സുവിശേഷവും അത് തന്നെയാണ്. നമുക്ക് പറയാനുള്ള നല്ല വാർത്ത, ലോകത്തോട് പറയാനുള്ളത് യേശുവിനെ കുറിച്ചാണ്. ലോകത്തിന് കൈമാറാനുള്ളത് ക്രിസ്തുവിനെയാണ്. ഈ 2026 കർത്താവ് നമുക്ക് ആരോഗ്യം തന്നല്ലോ, നമുക്ക് ആയുസ് തന്നല്ലോ, നമുക്ക് ചോദിച്ചതെല്ലാം ദൈവം തന്നല്ലോ. എന്നാൽ ഇന്ന് രാത്രി അപ്പത്തിനുള്ള വിശപ്പല്ല, വെള്ളത്തിനുള്ള ദാഹമല്ല, കർത്താവിന് വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം നമുക്ക് ചുറ്റും കിടപ്പുണ്ട്. ഇന്ന് രാത്രി അവർക്ക് സുവിശേഷത്തെ പങ്കുവെക്കാൻ, അവർക്ക് സുവിശേഷത്തെ കൈമാറാൻ ഇന്ന് രാത്രി എത്ര പേർ ഇതിനകത്ത് തീരുമാനത്തോടെ സുവിശേഷത്തിന് വേണ്ടി എനിക്ക് വേണ്ടി മരിച്ചവന് വേണ്ടി മരിക്കേണ്ടി വന്നാലോ ഇന്ന് രാത്രി അവനെ പങ്കുവെക്കാൻ, അവനെ ഉയർത്താൻ, അവന് വേണ്ടി ഞാൻ ഉണ്ടെന്ന് പറയുന്ന ഒരു കൂട്ടം ദൈവമക്കൾക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. അക്കരമുയർത്തി ഒരു ഹല്ലേലൂയ കർത്താവിന് പറഞ്ഞേ. ഹൃദയം തുറക്കപ്പെട്ടവൾ വീട് തുറന്നു. ഫിലിപ്പിയ പട്ടണത്തിൽ ആദ്യം ഒരു വീട് സുവിശേഷത്തിനായി തുറക്കപ്പെട്ടു. ആ വീട്ടിലേക്ക് പോയി ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ച് പ്രാർത്ഥനകൾ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ വഴിത്തലയ്ക്കൽ ഇരിക്കുന്ന ഒരു സ്ത്രീ പൗലോസിനെ കൂടെയുള്ളവരെ കണ്ടിട്ട് പറയുന്നു, ദേ അത്യുന്നതൻ്റെ മാർഗത്തെ നിങ്ങൾക്ക് സുവിശേഷിക്കുന്നവർ പോകുന്നു. അയ്യോ, ഇതാരാ? ദൈവാത്മാവുള്ളവളാണോ? അല്ല, പിന്നെ ആരാ? ദുരാത്മാവ് ബാധിച്ചവളാ. അവൾ എന്നാ പറയുന്നേ? അവൾ പറഞ്ഞത് സത്യമാ, അവൾ പറഞ്ഞത് വാസ്തവാ. ഹലോ, സത്യവിരുദ്ധമായ എന്തെങ്കിലും പിശാച് പറഞ്ഞോ? ദുരാത്മാവ് എന്തെങ്കിലും സത്യവിരുദ്ധമായ കാര്യം പറഞ്ഞോ? ഇല്ല. പൗലോസിനെ കുറിച്ച് വാസ്തവമായ കാര്യമാ പറഞ്ഞേ. എന്നിട്ട് പിന്നെന്താ പൗലോസ് ആ സ്ത്രീയുടെ മേൽ നിന്ന് ദുരാത്മാവിനെ പുറത്താക്കിയത് ഇത്രയുള്ള പറഞ്ഞ ആ സ്പിരിറ്റ് വേറെയാ. Come on. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയാം, എല്ലാവർക്കും സുവിശേഷം പറയാം, എല്ലാവർക്കും ബൈബിൾ കാണാതെ പഠിച്ച് പ്രസംഗിക്കാം. എത്രയോ രാഷ്ട്രീയ നേതാക്കൾ ദൈവവചനം എടുത്തു വെച്ച് പങ്കുവെച്ച് ലോകത്തോട് പ്രസംഗിക്കുന്നു. പക്ഷേ ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയാം, അതിനെല്ലാം ആമേൻ പറയാനല്ല കർത്താവ് നമ്മളെ വിളിച്ചത്. അയ്യോ, അവരും പറഞ്ഞത് സുവിശേഷമാണല്ലോ, ഇവിടെയും കേട്ടത് നല്ല വാർത്തയാണല്ലോ എന്ന് പറഞ്ഞ് അവരുടെ കൂടെ കൂടാനല്ല കർത്താവ് നമ്മളെ വിളിച്ചത്. ഇന്ന് രാത്രി പറഞ്ഞത് ഏത് ആത്മാവിലാണെന്ന് വിവേചിച്ച്, പറഞ്ഞത് ഏത് സ്പിരിറ്റ് ആണെന്ന് ഇന്ന് രാത്രി തിരിച്ചറിഞ്ഞ്, ആത്മാവിൽ വിവേചിച്ച് ഇന്ന് രാത്രി പൗലോസ് പറഞ്ഞു, ഇവളിലുള്ള ദുരാത്മാവിനെ പൗലോസ് ശാസിച്ചു. കാര്യം നമുക്കറിയാം, കഥ നമുക്കറിയാം. എൻ്റെ സമയം തീരുന്നതുകൊണ്ട് ഞാൻ വേഗം പറഞ്ഞു പോകട്ടെ. അവളിലുള്ള ദുരാത്മാവ് പോയപ്പോൾ അവളെ വെച്ച് കാശുണ്ടാക്കിയവർക്കെല്ലാം വലിയ നഷ്ടമുണ്ടായി. അപ്പോൾ നമുക്ക് മനസ്സിലായി, ഇവള് പറഞ്ഞ സുവിശേഷം കാശുണ്ടാക്കുന്ന മാർഗമായിരുന്നു. ഹലോ, ഇവള് പറഞ്ഞ സുവിശേഷം ആദായ സൂത്രമായിരുന്നു. ഹലോ, നമ്മൾ പങ്കുവെക്കുന്ന സുവിശേഷം ആദായ സൂത്രമല്ല, ഇത് അഭിഷേകത്തിൻ്റെ സൂത്രമാണ്. ഇത് ആദായ സൂത്രമല്ല, ഇത് അഭിഷേകത്തിൻ്റെ സൂത്രമാണ്. ഇന്ന് രാത്രി നമ്മളെ ആളുമാറിയവരെ പോലെ മാറ്റാൻ കഴിയുന്ന ദൈവിക സുവിശേഷത്തിനായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അവിടെ നിന്ന് ദുരാത്മാവ് മാറി. ഈ വലിയ ധനനഷ്ടമുണ്ടായ, അവളെ വെച്ച് സമ്പത്തുണ്ടാക്കിയവർക്കെല്ലാം വലിയ നഷ്ടമുണ്ടായെന്ന് എന്ന് മനസ്സിലാക്കിയിട്ട് അവർ കള്ളക്കേസ് കൊടുത്ത് ഇവരെ എന്ത് ചെയ്തു? ജയിലിലാക്കി. വളരെ അടിച്ച് മുറിവേൽപ്പിച്ച് ദേഹമാസകലം അനേക മുറിവുകളാൽ ഫിലിപ്പിയ കാരാഗ്രഹത്തിൽ പൗലോസും ഷീലാസും അടയ്ക്കപ്പെട്ടു. ആ കാരാഗ്രഹത്തിനകത്ത് കിടക്കുമ്പോൾ അയ്യോ, സുവിശേഷം എന്നെ എവിടെ എത്തിച്ചു? കാരാഗ്രഹത്തിലെത്തിച്ചു. അപ്പോൾ സുവിശേഷത്തിന് നമ്മളെ എവിടെ എത്തിക്കാൻ പറ്റും? കമോൺ. സുവിശേഷത്തിന് നമ്മളെ വലിയ വൻ മാളികകൾ പണിത് അതിൽ പാർപ്പിക്കാൻ മാത്രമല്ല കഴിയുന്നത്. ഇന്ന് രാത്രി ലോകത്ത് വില കൂടിയ കാറ് തരാൻ മാത്രമല്ല സുവിശേഷത്തിന് കഴിയുന്നത്. സുവിശേഷത്തിന് കാരാഗ്രഹവും തരാൻ കഴിയും.
അത് സ്വീകരിക്കാൻ തൻ്റെ ഇടമുള്ള സുവിശേഷകർക്കായി സ്തോത്രം. അത് സ്വീകരിക്കാൻ ധൈര്യമുള്ള ദൈവമക്കൾക്കായി ഞാൻ കർത്താവിന് സ്തോത്രം പറയുന്നു. 2026 നമുക്ക് എന്താ വരാൻ പോകുന്നതെന്ന് അറിയത്തില്ല. പക്ഷേ ആത്മാവിൽ ഞാൻ ഒന്ന് പറയാം, അത് തടവറയായാലും, അത് വീടായാലും, അത് പൊതുസ്ഥലമായാലും, അത് ആരാധനാലയമായാലും, സുവിശേഷത്തിനു വേണ്ടി നിൽക്കുന്നവന് വേണ്ടി ദൈവം ഇറങ്ങി വരും. നിന്റെ ദൈവം നിനക്ക് വേണ്ടി ഏത് സാഹചര്യത്തിലും, ഏത് അനുഭവത്തിലും, ഏത് അവസ്ഥയിലും, നീ എവിടെ കിടന്നാലും അവിടെ നിന്റെ ദൈവം നിന്റെ വിടുതലിനായി ഇറങ്ങി വരും. അത് തിരിച്ചറിയുന്ന ദൈവമക്കൾക്കായി ഞാൻ കർത്താവിന് സ്തോത്രം പറയുകയാണ്. ദേഹമാസകലം മുറിവേറ്റ്, അടിയേറ്റ്, തകർന്ന് തളർന്നു കിടക്കുന്നവരെ സൂക്ഷ്മത്തോടെ കാക്കണം എന്നുള്ള കൽപ്പന മുകളിൽ നിന്ന് ലഭിച്ചത് നിമിത്തം ഇവരെ അകത്തെ ഉൾക്കാരാഗ്രഹത്തിൽ കൊണ്ടുപോയി കൈകാലുകൾ ആമത്തിലിട്ട് പൂട്ടി. ചലിക്കാൻ പറ്റുകയില്ല. പക്ഷെ അവർ ചലിക്കാതിരുന്നോ? ഹലോ, എന്തായാലും മണക്കാല കൺവെൻഷനിലിരിക്കുന്ന നിങ്ങളിരിക്കുന്ന പോലെ അവർ ഇരുന്നില്ല. സ്തോത്രം, 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 സ്തോത്രം. അവർ ചലിച്ചു. എപ്പോഴാണ് അവർ ചലിച്ചത്? ഒരന്തരീക്ഷം വന്നപ്പോഴല്ല. നമ്മളെല്ലാം ചലിക്കുന്ന എപ്പോഴാ? ഒരന്തരീക്ഷം വരുമ്പോഴാണ്. നമ്മൾ എന്തിനാ നോക്കിയിരിക്കുക? അന്തരീക്ഷം വരാൻ നോക്കിയിരിക്കുക. പക്ഷെ അവർ ചലിച്ചത് അന്തരീക്ഷം നോക്കിയല്ല. അവർ ചലിക്കാൻ കാരണം അവരുടെ അകത്തൊരു വിശ്വാസമുണ്ട്, അവരുടെ അകത്തൊരു ആത്മശക്തിയുണ്ട്. അതുകൊണ്ട് പൗലോസ് പറഞ്ഞത്, എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ദൈവത്തിന്റെ ദാനം അത്രയെന്ന് വരേണ്ടതിന് ഈ മൺകൂടാരത്തിൽ അത് പകരപ്പെട്ടിരിക്കുക. അധികാരികളെ, നിങ്ങൾക്ക് ഞങ്ങളെ ഉപദ്രവിക്കാം, തല്ലി തകർക്കാം, ആമത്തിലിടാം. പക്ഷേ ഞങ്ങളുടെ അകത്തു വ്യാപരിക്കുന്ന ശക്തിയെ ഒതുക്കാൻ പറ്റുകയില്ല. അകത്തു വ്യാപരിക്കുന്ന ശക്തിയെ ഇന്ന് രാത്രി ഞാൻ വിശ്വസിക്കുന്നു, ഇവിടെ ഒരു ഉണർവ് വ്യാപരിക്കും. ഇവിടെ ഒരു വിപ്ലവകരമായ വിടുതൽ ഇന്ന് രാത്രി ഇതിനകത്തുണ്ടാകും. ഇതിനകത്ത് ചിലർ ആ അത്യന്ത ശക്തിയുമായി ഇന്ന് രാത്രി ഇതിന്റെ നടുവിൽ എഴുന്നേൽക്കുന്ന രാത്രിയായി മാറും. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, അടിച്ചാൽ, മുറിച്ചാൽ, തകർക്കാൻ നോക്കിയാൽ ഇന്ന് രാത്രി ഞങ്ങളുടെ ശരീരം തകർന്നെന്ന് വരാം, ഞങ്ങളുടെ ശരീരം മുറിയപ്പെട്ടെന്ന് വരാം. പക്ഷേ ഞങ്ങളുടെ അകത്ത് വ്യാപരിക്കുന്ന ശക്തി പുറത്തേക്ക് ഒഴുകും. ഇന്ന് രാത്രി ആലിബാസ്റ്റർ ബോക്സിനകത്ത് നിന്ന് എണ്ണ ഒഴുകിയതുപോലെ ഇന്ന് രാത്രി വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ നിന്ന് തിരുവെടുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകുന്ന രാത്രിയാകട്ടെ. തൊടുന്നു, തൊടുന്നു ദൈവശക്തി. ഇതിനകത്ത് ദൈവശക്തി ചിലതിനെ തൊടുന്നു. അഭിഷേകം ചിലമേൽ വ്യാപരിക്കുന്നു. ഒരു അസാധാരണ ആത്മീക കൈമാറ്റം ഈ രാത്രി ഗ്രൗണ്ടിൽ നടക്കുന്നു. ഓ, ഇരുട്ടുകൾ മാറുന്നു, അന്ധകാരം വഴിമാറുന്നു, ദേശത്തിന്റെ ആധിപത്യങ്ങൾ വഴിമാറുന്നു. ഈ രാത്രി ശത്രു പിടിച്ചു കെട്ടിവെച്ചതല്ല, ഈ രാത്രി അഴിഞ്ഞു വരികയാണ്. ദൈവ സാന്നിധ്യം ചലിക്കുന്നു. നുകങ്ങളെ തകർക്കുന്ന ദൈവിക അഭിഷേകത്തിന്റെ ശക്തി, ആത്മാവിന്റെ പകർച്ച ഇന്ന് രാത്രി ഗ്രൗണ്ടിൽ നടക്കുകയാണ്. ഒരു കാട്ടുതീ പടരുന്നത് പോലെ ഈ ഗ്രൗണ്ടിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ദൈവശക്തി വ്യാപരിക്കുന്നു. ആത്മാവിന്റെ തീ ഇന്ന് രാത്രി ഇവിടെ വ്യാപരിക്കുകയാണ്. ശക്തി വ്യാപരിക്കുന്നു.
അസാധാരണ ദൈവകൃപ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഈ ഗ്രൗണ്ടിൽ ചലിക്കുമ്പോൾ ചില രോഗികൾ സൗഖ്യമാകുന്നു, ചില രോഗികൾ സൗഖ്യമാകുന്നു. ഇന്ന് രാത്രി ചില മുഴകൾ അപ്രത്യക്ഷമാകുന്നു. യേശുവിന്റെ അടിപ്പിടരുകളാൽ ഇന്ന് രാത്രി നിന്റെ സൗഖ്യം വന്നിരിക്കുന്നു. യേശുവിന്റെ അടിപ്പിടരുകളാൽ തന്നെ, യേശുവിന്റെ അടിപ്പിടരുകളാൽ തന്നെ നിന്റെ സൗഖ്യം ഈ രാത്രി വന്നിരിക്കുന്നു. കരമുയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞേ. അന്തരീക്ഷം നോക്കിയില്ല അപ്പോസ്തലന്മാർ, സാഹചര്യം നോക്കിയില്ല. ജോൺ മാത്യു പാസ്റ്റർ എൻ്റെ ഭാഷയിൽ വാച്ച് പോലും നോക്കിയില്ല, സമയം പോലും ശ്രദ്ധിച്ചില്ല. അർദ്ധരാത്രി സമയത്ത് അവർ പാടി, പ്രാർത്ഥിച്ച്, സ്തുതിച്ചു. കമോൺ, ഒന്ന് പറഞ്ഞേ, പാടി. ശബ്ദമുള്ളവര് പാടി, പ്രാർത്ഥിച്ച്, ആരാധിച്ചു. എന്ത് സംഭവിച്ചു? കാരാഗ്രഹത്തിൻ്റെ അടിസ്ഥാനം കുലുങ്ങി, വാതിലുകൾ തുറന്നു, ചങ്ങലകൾ അഴിഞ്ഞു വീണു. ഇന്ന് രാത്രിയിൽ ആരാധന ശക്തിപ്പെട്ടാൽ, പ്രാർത്ഥന ശക്തിപ്പെട്ടാൽ, സ്തുതി ഉയർന്നാൽ, സ്തുതിയുടെ നടുവിൽ വസിക്കുന്നവൻ ഇന്ന് രാത്രി ഗ്രൗണ്ടിൽ ഇറങ്ങും. ചില അടിസ്ഥാനങ്ങൾ ഇന്ന് രാത്രി ഇളകും. ചില അടയ്ക്കപ്പെട്ട വാതിലുകൾ തുറക്കും, അടയപ്പെട്ട വാതിലുകൾ തുറക്കും. നിന്റെ വീടിന് മുമ്പിൽ അടഞ്ഞ വഴികൾ ഇന്ന് രാത്രി തുറന്നു വരും. അടഞ്ഞ വാതിലുകൾ നിന്റെ തലമുറയുടെ മുൻപിൽ ഈ രാത്രി തുറക്കപ്പെടും. നിന്റെ ശുശ്രൂഷയുടെ മുമ്പിൽ അടഞ്ഞ വാതിലുകൾ ദൈവദാസന്മാരെ ഈ രാത്രി ദൈവം തുറക്കുകയാണ്. പുതിയ വഴികൾ ദൈവം തുറക്കുകയാണ്. പുതിയ വാതിലുകൾ ദൈവം തുറക്കുകയാണ്. അഭിഷക്തന്മാരെ, പ്രാർത്ഥിച്ചവർ മാത്രമല്ല വിടുവിക്കപ്പെട്ടത്, ആരാധിച്ചവൻ മാത്രമല്ല വിടുവിക്കപ്പെട്ടത്, സ്തുതിച്ചവർ മാത്രമല്ല വിടുവിക്കപ്പെട്ടത്. ആ ഒരു സെല്ല് മാത്രം തുറന്നു എന്നല്ല എൻ്റെ പുസ്തകം എന്നോട് പറയുന്നത്. ചുറ്റുപാടുമുള്ള എല്ലാ സെല്ലുകളും തുറക്കപ്പെട്ടു. ഇന്ന് രാത്രി ഇതിനകത്ത് ആരാധന നടക്കുമ്പോൾ ഈ പട്ടണത്തിന്റെ 10 കിലോമീറ്റർ റേഡിയസിൽ ഇന്ന് രാത്രി ഒരു വിടുതൽ നടക്കുകയാണ്. ഒരു ദൈവ പ്രവൃത്തി ഈ രാത്രി സംഭവിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ പാതാള ഗോപുരങ്ങൾക്ക് ജയിക്കാൻ കഴിയാത്ത ദൈവത്തിന്റെ സഭ ഈ രാത്രി എഴുന്നേൽക്കട്ടെ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഞാൻ പ്രസംഗിച്ചു തുടങ്ങിയില്ല, പ്രസംഗം തീർക്കേണ്ട സമയമാകുന്നു. എൻ്റെ പ്രിയരെ, പ്രാർത്ഥനയും ആരാധനയും സ്തുതിയും കാരാഗ്രഹത്തിൽ അപ്പോസ്തലന്മാർ നടത്തിയപ്പോൾ അവരുടെ സെല്ല് തുറന്നു എന്ന് മാത്രമല്ല, ചുറ്റുപാടും ഉണ്ടായിരുന്ന എല്ലാ സെല്ലുകളും ഓപ്പണായി. പക്ഷേ ദൈവദാസന്മാരെ, എനിക്കൊരു കാര്യം മനസ്സിലായി. നമ്മളെപ്പോലെയുള്ള ദൈവദാസന്മാർ മാത്രം വളരെ ഡീസൻ്റ് ആളുകളാണ്.
കാര്യം അവർ മാത്രം സെല്ല് തുറന്നെങ്കിലും പുറത്തു പോയില്ല, വെയിറ്റ് ചെയ്തു. അധികാരികൾ വരാനായിട്ട് വെയിറ്റ് ചെയ്തു. ബാക്കിയുള്ളവരുടെ ആരുടെയും അവിടെ റിപ്പോർട്ട് ഇല്ലാത്തതുകൊണ്ട് എനിക്കറിയത്തില്ല. അവന്മാരാരും കിട്ടിയ അവസരമല്ലേ, ചാടിപ്പോയി കാണും. ഹലോ, കാരാഗ്രഹ പ്രമാണി ഉറക്കം ഉണർന്നു. ആരുടെയാ? എത്ര മണിയായി കാണും? അർദ്ധരാത്രി എന്ന് പറയുമ്പോൾ ഒരു 12 മണി കഴിഞ്ഞ് കാണും ഇല്ലേ? 12 മണി കഴിഞ്ഞപ്പോൾ ആരുടെ ഉറക്കം പോയി? നിന്നെ പൂട്ടിയവൻ്റെ ഉറക്കം പോയി. നിന്നെ ഒതുക്കാൻ കഴിഞ്ഞ ചില മണിക്കൂറുകൾക്ക് മുമ്പിൽ അധികാരത്തോടെ എഴുന്നേറ്റ് വന്നവന്റെ ഉറക്കം ആ രാത്രി നഷ്ടപ്പെട്ടു. ഈ രാത്രി ഞാൻ കേരളത്തെ നോക്കി പ്രവചിക്കുന്നു. ഇവിടെ ആത്മാവിൽ ഒരു കൂട്ടം ദൈവമക്കൾ പ്രാർത്ഥിക്കുമ്പോൾ ചില അധികാര കേന്ദ്രങ്ങളിൽ ചിലതിന്റെ ഉറക്കം നഷ്ടപ്പെടുന്ന രാത്രിയായത്. ദൈവിക സന്ദർശനം ഇന്ന് രാത്രി ചില മേഖലകളിൽ ദൈവം ചെയ്യാൻ പോകുകയാണ്. നമുക്കറിയാവുന്ന ഭാഗമാണല്ലോ. അധികാരി സ്വന്തം വാള് ഊരിയിട്ട് തൻ്റെ തലയിൽ കഴുത്തെ വെച്ചു. സ്വന്തം വാള് ഊരി കഴുത്തെ വെച്ചു. ആത്മഹത്യ ചെയ്യാൻ പോവാ. കാര്യം എന്നാ? തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വത്തിൽ താൻ പരാജയപ്പെട്ടു. തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വത്തിൽ താൻ പരാജയപ്പെട്ടു. സൂക്ഷിക്കാൻ ഏൽപ്പിച്ചവരെ കാണാനില്ല. അതുകൊണ്ട് ഇനി എന്തേ ഉള്ളൂ നിവർത്തി? തനിക്കു മേലിലുള്ള അധികാരി തന്നെ കൊല്ലാൻ കൽപ്പന ഇടുന്നതിന് മുമ്പ് സ്വയം ചാകുകയോ നിവർത്തിയുള്ളൂ. വാളൂരി കഴുത്തെ വെച്ചപ്പോൾ അകത്തുനിന്നൊരു ശബ്ദം, നിനക്ക് തന്നെ ഒരു ദോഷവും. ഈ ശബ്ദപരിധിക്കുള്ളിൽ ഈ ഗ്രൗണ്ടിന് പുറത്തു നിൽക്കുന്ന ചിലരോട് പരിശുദ്ധാത്മാവ് പറയുന്നു, നിനക്ക് തന്നെ നീ ഒരു ദോഷവും ചെയ്യരുത്. ജീവനെ തന്നവന് മാത്രമേ ജീവനെ എടുക്കാൻ അധികാരമുള്ളൂ. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. മരണം ഒന്നിന്റെയും അവസാനമല്ല. ഇന്ന് രാത്രി മരിക്കാൻ കൊതിക്കുന്ന ചിലരോട് പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നു, ഇന്ന് രാത്രി യേശുവിലേക്ക് വാ. ഈ രാത്രി നിനക്കൊരു പരിഹാരം യേശു ക്രിസ്തുവിലുണ്ട്. ഉടനെ അകത്തുനിന്ന് ഒരു ശബ്ദം, നിനക്ക് തന്നെ ഒരു ദോഷവും ചെയ്യരുത്. ഉടനെ കാരാഗ്രഹ പ്രമാണി വെളിച്ചം ചോദിച്ചുകൊണ്ട് അകത്തേക്ക് കയറി വന്നു. അടുത്തതാ പാസ്റ്റർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെ വിളിച്ചത്, യജമാനന്മാരെ രക്ഷ പ്രാപിപ്പാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? ഇനി നിങ്ങൾ എൻ്റെ കൂടെ വരണം. കഴിഞ്ഞ വൈകുന്നേരം അടിച്ച് തല്ലിപ്പഴിപ്പിച്ച് തകർത്ത് ഈ കാരാഗ്രഹത്തിനകത്ത് കെട്ടി കാലും കൈയും ചലിപ്പിക്കാൻ പറ്റാതെ ആമത്തിലിട്ട് പൂട്ടിയത് ഈ മനുഷ്യനല്ലേ? അന്നേരം യജമാനനെ എന്നാണോ വിളിച്ചത്, അതോ വേറെ വല്ല വിളിയാണോ വിളിച്ചേ? ഹലോ, കഴിഞ്ഞ രാത്രി സന്ധ്യാസമയം വിളിച്ചത് വേറെ പല ഭാഷയല്ലേ? പറ, ഒരു തടവ് പുള്ളിയെ വിളിക്കുന്നത് വേറെ വലിയ ഭാഷയല്ലേ? പക്ഷെ ഇപ്പൊ എന്നാച്ചാ വിളിക്കുന്നേ? യജമാനൻ. കാര്യം എന്നാ? ഒരു ഷിഫ്റ്റിംഗ് നടന്നു. ഒരു ഷിഫ്റ്റ് 2026 ജനുവരി 8-ാം തീയതി ഈ ഗ്രൗണ്ടിൽ ഒരു ഷിഫ്റ്റിംഗ് നടക്കാൻ പോകുകയാ. യേശുവിന്റെ നാമത്തിൽ ആത്മമണ്ഡലത്തിൽ ദൈവം ഒരു ഷിഫ്റ്റ് ചെയ്യാൻ പോകുകയാ. ഇവിടെ ഇരിക്കുന്ന ശുശ്രൂഷകന്മാർ, ഈ അടൂർ സോണിലുള്ള അഭിഷക്തന്മാരെ, ദൈവം ഒരു ഷിഫ്റ്റ് നിങ്ങളുടെ ശുശ്രൂഷയിൽ ഇന്ന് രാത്രി പകരുകയാ. ഇപ്പൊ യജമാനൻ ദാസനായി, ദാസൻ ശരിയല്ലേ? ഇത് നടക്കാൻ കാരണം അച്ഛാ ഒറ്റ പ്രാർത്ഥനയല്ലേ? ഒരു രാത്രിയുടെ പ്രാർത്ഥനയല്ലേ? ഞാൻ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിൽ ഇവിടെയുള്ള ദൈവമക്കളുടെ ഒരു ആത്മനിയോഗത്തിൽ ഒരു ദൂത് പറയാം. അർദ്ധരാത്രിയിലെ പ്രാർത്ഥനയ്ക്ക് ഭയങ്കര പവറാണ്.
ഇല്ലെങ്കിൽ ഇന്ന് രാത്രി ടൈം പീസ് വെച്ച് അർദ്ധരാത്രി എഴുന്നേറ്റിരുന്നൊന്ന് നിലവിളിച്ചു നോക്ക്. ഇന്ന് രാത്രി അടഞ്ഞ വാതിലുകൾ നിന്റെ മുമ്പിൽ തുറന്നു വരുന്നത് കാണാം. ശത്രു നിന്നെ തകർക്കാൻ നിന്നവൻ നിന്റെ കാൽക്കൽ വന്ന് വീഴുന്നത് നീ കാണും. ഇന്ന് രാത്രി യജമാനനെ എന്ന് വിളിച്ച് ഇന്ന് രാത്രി നിന്നെ പൂട്ടിയവൻ നിന്റെ അടുക്കൽ വരുന്നത് നീ കാണും. ഈ രാത്രി ഒരു ഷിഫ്റ്റിംഗ്. Power of prayer, പ്രാർത്ഥനയുടെ ശക്തി ഇന്ന് രാത്രി ആത്മാവിൽ പിടിക്കുന്ന ദൈവജനത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെ ഒരു അഭിഷേകം, പ്രാർത്ഥനയുടെ ഒരു അഭിഷേകം ദൈവം ഇന്ന് രാത്രി നീ ഗ്രൗണ്ടിൽ പകരുകയാണ്. ആമേൻ. ഇനി ഞാൻ ആത്മാവിൽ ഒരു ദൂതോടെ പറഞ്ഞ ഭാഗം വിടുക. എവിടെയാ ഒരു യോഗം നടത്തേണ്ടതെന്ന് അറിയാൻ വയ്യാത്ത അപ്പോസ്തലന്മാർ ലുദിയയുടെ വീട് തുടങ്ങി പ്രാർത്ഥന നടത്തിയവർ ഇപ്പം ആ ദേശത്തിലെ അധികാരിയായ കാരാഗ്രഹ പ്രമാണിയുടെ വീട്ടിനകത്ത് ആരാധന നടത്തി. എവിടെ നിന്ന് ഈ ഷിഫ്റ്റ് ഉണ്ടായെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഇപ്പൊ എവിടെ എത്തിയെന്നറിയാമോ? ആ ദേശത്തിലെ അധികാരിയുടെ വീടിനകത്ത് ഒരാരാധന. അവർ കുടുംബമായി സ്നാനപ്പെട്ട് ദൈവസഭയോട് ചേർന്നു. ഫിലിപ്പിയിൽ ഒരു സഭ എഴുന്നേറ്റു വന്നു. ഈ രാത്രി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, റിവൈവൽ ഉണ്ടാകാൻ ആയിരങ്ങളൊന്നും വേണ്ട, ഒറ്റ ഒരുത്തം മതി. ഇന്ന് രാത്രി ദൈവപ്രവൃത്തിയെ വിശ്വസിക്കുന്ന, ദൈവത്തെ വിശ്വസിക്കുന്ന, പ്രാർത്ഥിക്കുന്ന ഒരാൾ മതി. ഒരു പട്ടണത്തെ കീഴ്മേൽ മറിക്കാൻ, ഒരു രാജ്യത്തെ കീഴ്മേൽ മറിക്കാൻ, ഒരു ദേശത്തെ പിടിക്കാൻ ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന ഒരു തലമുറയെ അങ്ങനെ ഫിലിപ്പിയ കാരാഗ്രഹത്തിൽ നിന്ന് രക്ഷപ്പെട്ട് പൗലോസ് പോയി. ഫിലിപ്പിയയിലുള്ള ദൈവമക്കൾക്ക് താൻ എഴുതിയ ലേഖനമാണ് നമ്മൾ വായിച്ചത്. ആ ലേഖനം താൻ എഴുതുന്നത് മറ്റൊരു കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ടോ, റോമൻ കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ടാണ്. ഇതിനെ കാരാഗ്രഹ ലേഖനമെന്നുകൂടെയാണ് പേര് വിളിക്കുന്നത്. കാരണം കാരാഗ്രഹത്തിൽ വെച്ച് എഴുതപ്പെട്ട ലേഖനമാണ്. അങ്ങനെ കാരാഗ്രഹത്തിൽ ചെങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട് കിടന്ന ഈ ദൈവമനുഷ്യൻ എഴുതിയ ലേഖനങ്ങൾ ഇന്ന് കോടിക്കണക്കിന് ജനത്തിന് പ്രത്യാശ കൊടുക്കുന്ന ലേഖനങ്ങളായി പുറത്തു വന്നു. ദൈവത്തെ പരിമിതപ്പെടുത്താൻ ലോകത്തിൽ ആർക്കും പറ്റുകയില്ല. ഇന്ന് രാത്രി നിന്നെ ഒതുക്കിയത് കൊണ്ട് നിന്റെ മേലുള്ള വിളിയെ ഒതുക്കാൻ ആർക്കും പറ്റുകയില്ല. നിന്നെ പൂട്ടിയത് കൊണ്ട് നിന്റെ ദർശനത്തെ പൂട്ടാൻ ആർക്കും പറ്റുകയില്ല. ഇന്ന് രാത്രി ദൈവം നിനക്കൊരു ദർശനം തന്നിട്ടുണ്ടെങ്കിൽ, ദൈവം നിന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവം നിന്നെ ഒരു ദൗത്യം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് രാത്രി എവിടെ നിന്നായാലും അത് പ്രവർത്തിപരത്തിൽ കൊണ്ടുവരാൻ കഴിഞ്ഞ ചില ആഴ്ചകൾക്ക് മുമ്പ് KM ചെറിയാൻ്റെ ഹോസ്പിറ്റൽ CCUവിൽ ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് ഓപ്പറേഷൻ ടേബിളിൽ ഞാനിങ്ങനെ കിടക്കുമ്പോൾ പിശാച് എന്നോട് പറഞ്ഞു, നീ തീർന്നടാ, നിന്നെ തീർക്കാൻ പോവാന്ന്. പെട്ടെന്നൊരു ഭയം പോലൊക്കെ എൻ്റെ ജീവിതത്തിലേക്ക് കയറി വന്നു. നല്ല ബോധമുണ്ട് എനിക്ക്. പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ഞാൻ മരിക്കാൻ പോവുകയാണോ എന്ന് ഒരു ചിന്ത, ഒരു ഭയം പോലെ എൻ്റെ അകത്തേക്ക് വ്യാപരിക്കുമ്പോൾ എൻ്റെ ഉള്ളിലിരിക്കുന്ന പരിശുദ്ധാത്മാവ് പറഞ്ഞു, നിൻ്റെ മേലുള്ള വാഗ്ദത്തം നിവർത്തിയാകാതെ നിന്നെ ഏൽപ്പിച്ച പ്രോജക്റ്റ് നീ തന്നെ തീർക്കണം. അത് തീർക്കാൻ വേറെ ആരും ഇല്ല. അതുകൊണ്ട് അത് പൂർത്തിയാക്കിയിട്ട് നിനക്കൊരു യാത്രയുള്ളൂ. ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ ഇവിടെ ഇരിക്കുന്ന ചിലരെ നോക്കി ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു, നിന്റെ മേൽ ദൈവം തന്നിരിക്കുന്ന പ്രോജക്റ്റ്, ദൈവം നിന്നെ ഏൽപ്പിച്ച ദൗത്യം, അത് നിന്നെ കൊണ്ട് തന്നെ ദൈവം പൂർത്തീകരിക്കും. സെരൂബാബേലിനോട് പറഞ്ഞത് ദൈവസഭയോട് പറയുന്നു, സൈന്യത്താലല്ല, സൈന്യത്താലല്ല, ശക്തിയാലല്ല, യഹോവയുടെ ആത്മാവിനാൽ തന്നെ നിന്റെ മുമ്പിൽ നിൽക്കുന്ന മഹാപർവ്വതമാർ അത് സമനിലമാകും.
കൃപ കൃപ എന്നാർത്തുകൊണ്ട് നീ അതിന് ആണിക്കല്ല് കയറ്റും. അതിൻ്റെ അർത്ഥം അടുത്ത വാക്യത്തിൽ സെരുബ്ബാബേലിനോട് സെഖര്യാവ് പ്രവചിച്ചു പറയുകയാണ്, നിന്റെ കൈകൊണ്ട് നീ അടിസ്ഥാനമിട്ടു, നിന്റെ കൈകൊണ്ട് തന്നെ നീ അത് പൂർത്തിയാക്കും. ഇന്ന് രാത്രി തുടങ്ങി വെച്ചത് പൂർത്തിയാക്കാൻ കഴിയാതെ പാതി വഴിയിൽ നിന്നുപോയ ശുശ്രൂഷയാകട്ടെ, നിന്നുപോയ ബിസിനസ് ആകട്ടെ, നിന്നുപോയ പലത് പ്രവർത്തനങ്ങളാകട്ടെ, അതെല്ലാം ഇന്ന് രാത്രി ദൈവം റീഓപ്പൺ ചെയ്യാൻ ദൈവത്തിന്റെ ശക്തി നിന്റെ മേൽ ദൈവം പകരുകയാണ്. ഞാൻ കർത്താവിൻ്റെ ദാസനോട് ചോദിച്ചാൽ എപ്പോഴാണ് നിർത്തേണ്ടതെന്ന്. എന്നോട് പ്രിൻ്റ് ചെയ്ത് ഒരു സമയം കാണിച്ചിട്ട് ഞാൻ പറഞ്ഞു ഓക്കെ നിർത്തിയേക്കാം. എന്നോട് ചോദിച്ചു കൂടുതൽ വേണമെന്ന്. ഞാൻ പറഞ്ഞു വേണ്ടാന്ന്. ഇനി എങ്ങനെ ചോദിക്കുന്നേ? അതുകൊണ്ട് പറഞ്ഞ സമയത്ത് നിർത്തേണ്ടത് കൊണ്ട് ഞാൻ പിന്മാറുകയാണ്. ഞാൻ മടങ്ങി വരിക. ഇത്രയും അനുഭവങ്ങളുള്ള എന്നെയും നിങ്ങളെക്കാളൊക്കെ എത്രയോ അധികം ഒരു മനുഷ്യൻ സുവിശേഷം പറഞ്ഞ് രക്ഷിക്കപ്പെട്ടയാളല്ല പൗലോസ്. ഒരാൾ സുവിശേഷ പ്രതി കൊടുത്ത് രൂപാന്തരം വന്ന മനുഷ്യനല്ല പൗലോസ്. നേരിട്ട് യേശു ക്രിസ്തുവുമായി എൻകൗണ്ടർ ഉണ്ടായി ജീവിതം തിരിഞ്ഞു വന്നവനാണ് പൗലോസ് അപ്പോസ്തലൻ. യേശുവിനെ കണ്ടു തുടങ്ങിയ ഒരു ക്രിസ്തീയ ജീവിത യാത്രയാണ് പൗലോസിനുള്ളത്. ആ ദൈവ മനുഷ്യൻ പറയുക, എനിക്ക് അവനെ അറിയണം. ഹലോ, അറിയാൻ മേലാത്ത ആളല്ല പറയുന്നേ, എനിക്കവനെ അറിയണം. അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെ അനുഭവിക്കണം. അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെ എനിക്ക് അനുഭവിക്കണം. നമ്മളാണല്ലോ രോഗം വരില്ലേ, കഷ്ടത വരില്ലേ, പ്രതിസന്ധി വരില്ലേ, പ്രശ്നം ഉണ്ടാകല്ലേ, എന്നെ ആരും കാണല്ലേ, രക്തത്തിനകത്ത് മറച്ചോണേ, ഹലോ എന്ന് പറയുന്നവരാ. പക്ഷെ പൗലോസ് പറയുക, എനിക്കവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ, എൻ്റെ ജീവിതത്തിൽ വരുന്ന എല്ലാ അനുഭവങ്ങളും എല്ലാ കഷ്ടതകളും ക്രിസ്തു അനുഭവിച്ച കഷ്ടതകളോട് ഇന്ന് രാത്രി തുലനം ചെയ്യത്തക്കവണ്ണം പൗലോസ് പറയുന്ന മറ്റൊരു പദമുണ്ട്, എൻ്റെ ശരീരത്തിൽ ക്രിസ്തു അനുഭവിച്ചതിൻ്റെ ബാക്കി ഞാൻ പൂരിപ്പിക്കുകയാണ്. ഇന്ന് രാത്രി നിങ്ങൾ അനുഭവിക്കുന്ന കഷ്ടത, നിങ്ങൾ കടന്നു പോകുന്ന തീച്ചൂളയുടെ വഴികൾ, ഇന്ന് രാത്രി ആ ജീവിത യാത്രകളിൽ നിങ്ങൾക്ക് ഭവിക്കുന്നതൊന്നും, അടുത്ത വാക്ക് പൗലോസ് പറയുന്നത്, എനിക്ക് ഭവിച്ചതൊക്കെയും സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിക്ക് കാരണമായി മാറി. ഒരു സ്തോത്രം പറഞ്ഞേ. എനിക്ക് ഭവിച്ചതൊക്കെയും, കമോൺ, എനിക്ക് ഭവിച്ചതൊക്കെ എൻ്റെ അഭിവൃദ്ധിക്ക്. ഇന്ന് ക്രിസ്ത്യാനികൾ അങ്ങനെയല്ലേ പറഞ്ഞത്, എനിക്ക് ഭവിച്ചതൊക്കെ എൻ്റെ അഭിവൃദ്ധിക്ക് കാരണമായി. കാര്യം ഒരു കഷ്ടത വന്നപ്പോൾ 10 പേരുടെ സഹതാപം കിട്ടി, 10 പേരുടെ സഹായം കിട്ടി. ഹലോ, മിണ്ടുന്നില്ല. എനിക്ക് ഭവിച്ചതൊക്കെയും സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിക്ക്. ഈ 2026 ഇവിടുന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പ് ഇന്ന് രാത്രി തീരുമാനിക്കണം, എനിക്ക് എന്തെല്ലാം ഭവിച്ചാലും അത് സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിക്ക്, അത് സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിക്ക്. എനിക്കറിയാം പകല് തീരാറായി, പകല് തീരാറായി, പകല് തീരാറായി, വെളിച്ചം അവസാനിക്കാറായി, ഇരുട്ടോ വരാറായി, അധർമ്മമൂർത്തി വെളിപ്പെടാനുള്ള സമയമായി. ഇനി അധികം നാളുകളില്ല. എന്നാൽ എനിക്കുള്ളതെല്ലാം സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിക്ക് കാരണമാകേണ്ടതിന്. എത്ര പേർ ഇന്ന് രാത്രി അത് ഏറ്റു പറയും? എൻ്റെ സമയം തീരുന്നോണ്ട് ഞാൻ മടങ്ങി വരാം. ക്രിസ്തുവിനെ അറിയേണ്ടതിനും 3 P ആണ് അവിടെ കിടക്കുന്നത്. 3 P. ഹലോ, ഒരു സ്തോത്രം പറഞ്ഞേ. ആമേൻ. കർത്താവിൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയൊക്കെ അനുഭവിച്ചറിയണം. ഒരു നായാട്ടുകാരൻ ഒരു മൃഗത്തെ ഓടിച്ചിട്ട് പിടിക്കുന്നത് പോലെ അവൻ പറയുക, എനിക്ക് ആ പുനരുത്ഥാനം പ്രാപിക്കണം. വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണം. ഇന്ന് രാത്രി 2026 നമ്മുടെ ലക്ഷ്യം അതാകട്ടെ.
2026 നമ്മുടെ ഓട്ടത്തിൻ്റെ പിൻപിലെ കാരണം അതാകട്ടെ. ഈ യാത്രയുടെ പിൻപിൽ നമ്മെ പ്രേരിപ്പിക്കുന്ന ഘടകം ഇതാകട്ടെ. എനിക്കവനെ അറിയണം. കൊരിന്ത്യർ ലേഖനത്തിൽ പൗലോസ് ഉപയോഗിക്കുന്ന മറ്റൊരു പദപ്രയോഗമുണ്ട്. ക്രൂശിക്കപ്പെട്ട യേശു ക്രിസ്തുവിനെ അല്ലാതെ വേറൊന്നും അറിയാത്തവനായി ഞാൻ നിങ്ങളുടെ ഇടയിൽ ഇരിപ്പാൻ ആഗ്രഹിക്കുന്നു. എന്താ അതിൻ്റെ അർത്ഥം? ഇന്ന് രാത്രി വേറെ ആരും വേണ്ടെന്നല്ല, പക്ഷേ ലോകത്തിൽ എനിക്ക് ആരെല്ലാം ഉണ്ടെങ്കിലോ എന്തെല്ലാം ഉണ്ടെങ്കിലോ അതിലൊക്കെ ഉപരി ഞാൻ ഇന്ന് രാത്രി ആഗ്രഹിക്കുന്നത് ക്രൂശിക്കപ്പെട്ട യേശുവിനെ കൂടെ ഇരിക്കാൻ, യേശുവിന് വേണ്ടി ജീവിക്കാൻ, യേശുവിൽ ജീവിക്കാൻ, യേശുവിൽ ഇരിക്കേണ്ടതിന്. ഇതെല്ലാം അനുഭവിച്ചവൻ വിളിച്ചു പറയുക. എബ്രായ ലേഖനം, യാക്കോബിൻ്റെ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 14 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾക്കകത്ത് നിന്ന് എന്നെ പറയാൻ ഏൽപ്പിച്ച പോയിൻ്റൂടെ പറഞ്ഞ് ഫുൾ സ്റ്റോപ്പ് ഇടുന്നു. വിശ്വാസം പ്രവൃത്തിയിലൂടെ. ആ വാക്യങ്ങളൊക്കെ നമ്മൾ വായിപ്പിക്കുന്നില്ല, പരിശോധിക്കുമ്പോൾ വീട്ടിൽ പോയി വായിച്ചാൽ മതി. 2 വ്യക്തികളെ അവിടെ എടുത്ത് യാക്കോബ് അപ്പോസ്തലൻ ഉയർത്തി പറയുന്നു. ആ 2 പേര്, ഒന്ന് അബ്രഹാം, മറ്റൊന്ന് രാഹാബ് എന്ന് പറയുന്ന ഒരു സഹോദരി. ഇവർ 2 പേരും വിശ്വാസികളായിരുന്നു. ഇവർ 2 പേരും വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടവരാണ്. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ തന്നെ വിശ്വാസത്തിൻ്റെ പ്രവൃത്തി അവർ കാഴ്ചവെച്ചു. ഹലോ, അബ്രഹാമിനെ നോക്ക്. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൽ അബ്രഹാമിന് ഒരു പരീക്ഷ നേരിട്ടു. നമുക്കറിയാം, താൻ സ്നേഹിക്കുന്ന തൻ്റെ സ്വന്തം പുത്രൻ, ഏകജാതനായ മകൻ ഇസഹാക്കിനെ തന്നെ ഞാൻ കാണിക്കുന്ന മലയിൽ കൊണ്ടുപോയി എനിക്ക് വേണ്ടി ഹോമയാഗം കഴിക്കുക എന്ന് ദൈവം അവനോട് കൽപ്പിച്ചു. അങ്ങനെ അതിരാവിലെ കഴുതയ്ക്ക് കോപ്പിട്ട് 2 ബാല്യക്കാരെ വിളിച്ച് തൻ്റെ മകനുമായി വിറകെടുത്ത് വെച്ച് അവർ യാത്ര പുറപ്പെട്ടു. 3 ദിവസം യാത്ര ചെയ്തു. എത്ര ദിവസം യാത്ര ചെയ്തു? 3 ദിവസം. 3-ാമത്തെ ദിവസം അബ്രഹാം ദൂരത്ത് നിന്ന് ആ സ്ഥലം കണ്ടു. ഏത് സ്ഥലമാ? ദൈവം പറഞ്ഞ സ്ഥലം. ഒന്നുകൂടെ പറഞ്ഞാൽ, തൻ്റെ മകൻ യാഗമായി തീരാൻ പോകുന്ന സ്ഥലം, തൻ്റെ മകൻ ദഹിക്കാൻ പോകുന്ന യാഗപീഠമുള്ള സ്ഥലം. അവൻ ദൂരത്ത് നിന്ന് ആ സ്ഥലം കണ്ടു. ബാല്യക്കാരെയും കഴുതകളെയും അവിടെ നിർത്തിയിട്ട് വിറകെടുത്ത് പയ്യൻ്റെ തലയിൽ വെച്ച് കൊടുത്ത് അപ്പനും മകനും കൂടെ മല കയറി. മല കയറുമ്പോൾ, മുൻപോട്ട് പോകുമ്പോൾ മകൻ ഒരു ചോദ്യം. അപ്പാ, കത്തിയുണ്ട്, വിറകുണ്ട്, തീയുണ്ട്, യാഗത്തിനുള്ള കുഞ്ഞച്ചായ 3 ദിവസം ഒരുമിച്ചല്ലേ യാത്ര ചെയ്തവരല്ല? അന്നൊന്നും ചോദിക്കാത്ത ഒരു ചോദ്യം. ഈ 3 ദിവസത്തെ യാത്രയിൽ ചോദിക്കാത്തൊരു ചോദ്യം മകൻ അപ്പനോട് ചോദിക്കുന്നു. അപ്പനും മകനും തനിച്ചുള്ളപ്പോൾ നമ്മളൊക്കെ പറയും ആ ചോദ്യം അപ്പൻ്റെ ഹൃദയത്തെ വല്ലാതെ വേദനിപ്പിച്ചു എന്നൊക്കെ. അതൊക്കെ ഞാൻ വിടുക. അപ്പനൊരു മറുപടി പറഞ്ഞു. പറഞ്ഞ മറുപടി ജഹോവ ജൈറ, യഹോവ ഇരേ, അവൻ കരുതിക്കൊള്ളും. കരുതിക്കൊള്ളുമെന്ന് പറഞ്ഞു. മകനും വിശ്വസിച്ചു, അപ്പനും വിശ്വസിച്ചു. മലമുകളിൽ ചെന്നു. നമ്മളെപ്പോലെ ദൈവം കരുതുമല്ലോ, കാത്തിരിക്കാം എന്ന് പറഞ്ഞ് കാത്തിരുന്നോ? ദൈവം കരുതിയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ് ആ മലമുകൾ മുഴുവനും പരിശോധിക്കാൻ പോയോ? ഇല്ല. പകരം എന്ത് ചെയ്തു? ദൈവം പറഞ്ഞതുപോലെ ദൈവത്തെ അവൻ അനുസരിച്ചു. ഇന്ന് രാത്രി ഇതാണ് പ്രവൃത്തി എന്ന് പറയുന്നത്. ഏത്? ദൈവം പറഞ്ഞതിനെ വിശ്വസിക്കുക മാത്രമല്ല, അത് അനുസരണത്തിലൂടെ നിവർത്തിയിലേക്ക് കൊണ്ടുവരികയാണ് എൻ്റെയും നിങ്ങളുടെയും വിശ്വാസത്തിൻ്റെ പ്രവൃത്തി എന്ന് പറയുന്നത്. ഒരു സ്തോത്രം പറഞ്ഞേ. ഞാൻ ഇന്ന് രാത്രി നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒറ്റ പദം പറഞ്ഞ് അവസാനിപ്പിക്കാം. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 26-ാം വാക്യം പറയുന്നു, പുത്രനിൽ വിശ്വസിക്കുന്നവന്, പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. പുത്രനെ അനുസരിക്കാത്തവൻ ജീവനെ കാണത്തില്ല. പുത്രനിൽ വിശ്വസിക്കുന്നവന് എന്തുണ്ട്? നിത്യജീവനുണ്ട്. പക്ഷെ അടുത്ത പദം പുത്രനെ അനുസരിക്കാത്തവന്. അപ്പൊ അതിന്റെ അർത്ഥം എന്നാ? വിശ്വസിച്ചാൽ മാത്രം പോരാ. കമോൺ, വിശ്വസിച്ചാൽ മാത്രം പോരാ. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് ജീവിതത്തിൽ അനുസരണത്തിലൂടെ വെളിപ്പെടുത്തണം. ദൈവത്തെ വിശ്വസിച്ചാൽ മാത്രം പോരാ. ഇന്ന് രാത്രി ഈ വചനം പറയുന്നത് പോലെ എൻ്റെ നടപ്പും എൻ്റെ ജീവിതവും എൻ്റെ പ്രവൃത്തിയും ഞാൻ ശരിയാക്കണം.
വിശ്വാസത്തിന് പ്രവൃത്തിയുണ്ട്. അടുത്തത് യാക്കോബ് പറയുന്നു, പ്രവൃത്തി കൂടാത്ത വിശ്വാസം നിർജീവമാണ്. ആത്മാവില്ലാത്ത ശരീരം പോലെയാണ് പ്രവൃത്തിയില്ലാത്ത വിശ്വാസം. എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്നാ? ജീവനില്ലാത്ത ഒരു ഡെഡ് ബോഡി കിടക്കുന്നത് പോലെയാണ് ഫെയ്ത്ത് മാത്രം കൊണ്ട് നടക്കുന്നവർ. ഒരാക്ഷനും ഫെയ്ത്തിനില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം, ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ കണ്ണടച്ച് കിട്ടുമെന്ന് പറഞ്ഞ് കണ്ണ് തുറക്കുമ്പോൾ കണ്ണിന് മുമ്പിൽ വരുന്നതിനെ അല്ല വിശ്വാസം എന്ന് പറയുന്നത്. ഹലോ, വിശ്വാസം എന്ന് പറഞ്ഞാൽ അതിന് ഡെഫിനിഷൻ പറഞ്ഞാൽ നമ്മളെല്ലാവരും പറയുന്ന ഒരു വാക്യമുണ്ട്. എബ്രായ ലേഖനം 11-ാം അധ്യായം 1-ാമത്തെ വാക്യം, വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും. രണ്ട് കാര്യങ്ങൾ. ഒന്ന്, വിശ്വാസം ഉറപ്പാണ്. വിശ്വാസം 2 നിശ്ചയമാണ്. വിശ്വാസം ഉറപ്പും വിശ്വാസവും നിശ്ചയവുമായിരിക്കുന്നത് എൻ്റെ വിശ്വാസം ലോകത്തിൽ കാണുന്ന ഒന്നിലുമല്ല. ഇന്ന് രാത്രി ഈ പുസ്തകം പറയുന്ന ഒരു വ്യക്തിയിലാണ് എൻ്റെ വിശ്വാസം. ആ വ്യക്തിയുടെ പേര് ജീസസ് ക്രൈസ്റ്റ് എന്നാണ്. ഇന്ന് രാത്രി ഞാൻ വിശ്വസിക്കുന്നത്, അതുകൊണ്ടാണ് വചനം പറയുന്നത്, ഞാൻ ആരെ വിശ്വസിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. എൻ്റെ പ്രിയരെ, രക്ഷയ്ക്ക് പ്രവൃത്തിയില്ല. ഹലോ, അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ പറയുന്നത്, കൃപയാലല്ലോ നാം വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം, എൻ്റെ രക്ഷയ്ക്ക്, എൻ്റെ വിശ്വാസത്തിന് കാരണമായി തീർന്നത് എൻ്റെ പ്രവൃത്തിയല്ല, പകരം ദൈവത്തിൻ്റെ കൃപയാണ്. ഇന്ന് രാത്രി രക്ഷയ്ക്ക് അടിസ്ഥാനം വിശ്വാസത്തിൻ്റെ പ്രവൃത്തിയല്ല. പ്രവൃത്തിയുണ്ട്, ആ പ്രവൃത്തി എൻ്റേതല്ല, പക്ഷേ പ്രവർത്തിച്ചവനിൽ ഞാൻ വിശ്വസിക്കുകയാണ് എൻ്റെ രക്ഷയുടെ കാരണം. ഇന്ന് രാത്രി പാപം നീക്കി, ശാപം നീക്കി, മരണം നീക്കി, രോഗം മാറ്റി, ദൈവത്തോട് ശത്രുത്വം നീക്കിക്കളഞ്ഞ് ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന്, ദൈവത്തോട് നിരപ്പിക്കേണ്ടതിന് ഒരുവൻ എനിക്ക് വേണ്ടി സ്വയമായി യാഗമായി തീർന്നു. അവനിൽ ഞാൻ അർപ്പിച്ച വിശ്വാസം, അവൻ ഏറ്റെടുത്ത ക്രൂശ് മരണത്തെ ഇന്ന് രാത്രി എനിക്ക് വേണ്ടിയാണെന്ന് ഹൃദയം കൊണ്ട് ഞാൻ വിശ്വസിച്ച് വാ കൊണ്ട് ഞാൻ ഏറ്റു പറയുമ്പോഴാണ് എൻ്റെ രക്ഷ വെളിപ്പെടുന്നത്. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിച്ച് യേശു എൻ്റെ കർത്താവാണെന്ന്, യേശു എൻ്റെ രക്ഷകനാണെന്ന്, യേശു എൻ്റെ ദൈവമാണെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ചാൽ മാത്രം പോരാ, പകരം വാ കൊണ്ട് പറയണം, ഏറ്റു പറയണം. ഇന്ന് രാത്രി ഞാൻ നിങ്ങളുടെ ഒറ്റ പദം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ലാസറിൻ്റെ കല്ലറയുടെ വാതിൽക്കൽ കർത്താവ് ചെന്ന് നിന്ന് കർത്താവ് പറഞ്ഞു, ഈ കല്ല് ഉരുട്ടി മാറ്റുവിൻ, കല്ലുരുട്ടി മാറ്റുവിൻ. ഉടനെ മാർത്ത കയറി മുമ്പ് എന്നിട്ട് പറഞ്ഞു, അയ്യോ തുറക്കല്ലേ. എന്താ അവൾക്ക് പറയാനുള്ളത്? കമോൺ, അവൾക്ക് എന്താ പറയാനുള്ളത്? 4 ദിവസമായി നാറ്റം വെച്ച് തുടങ്ങി, ഈ കല്ലറ തുറക്കല്ലേ. കർത്താവ് പറഞ്ഞ മറുപടി എന്താ? വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും എന്ന് ഞാൻ ഇപ്പോൾ പറഞ്ഞെന്നല്ല, ഞാൻ മുൻകൂട്ടി നിന്നോട് പറഞ്ഞില്ലയോ? അയ്യോ, അപ്പൊ അതിന്റെ അർത്ഥം എന്നാ? നേരത്തെ കർത്താവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്ന്. ആ മഹത്വം കാണണമെങ്കിൽ കല്ലറ പൂട്ടപ്പെട്ട് കിടന്നാൽ പറ്റുകയില്ല. നീ വിശ്വസിച്ചതുപോലെ പ്രവർത്തിക്കണം. കല്ലറയുടെ വാതിൽ നീ തുറക്കണം. ഇന്ന് രാത്രി നിങ്ങൾക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത, ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ജീവിത സാഹചര്യങ്ങൾ, അനുഭവങ്ങൾ, തുറന്നാൽ നാറ്റമാണെന്ന് പറയുന്ന ഏത് സാഹചര്യവുമാകട്ടെ, ഇന്ന് രാത്രി പരിശുദ്ധാത്മാ പറയുന്നു, നീ വിശ്വാസത്തോടെ ഇന്ന് രാത്രി തുറക്കാൻ, കർത്താവിൻ്റെ മുമ്പിൽ തുറക്കാൻ നീ തയ്യാറായാൽ ഇന്ന് രാത്രി നാറ്റമല്ല, പകരം നഷ്ടപ്പെട്ടതിനെ തന്നെ ദൈവം നിനക്ക് തിരികെ തരുന്ന ഒരു രാത്രിയായി ഈ രാത്രി മാറാൻ പോകുകയാ. ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം. വിശ്വാസം ഹൃദയത്തിൽ വ്യാപരിച്ചാൽ മാത്രം പോരാ, വിശ്വാസത്തിന് ഇന്ന് രാത്രി ഒരു ആക്ഷൻ ഉണ്ടാകണം. പുരുഷാരത്തിൻ്റെ ഇടയിൽ നിന്ന് കണ്ണുപൊട്ടനെ കർത്താവ് വിളിച്ചു മാറ്റി നിർത്തിയിട്ട് നിലത്ത് തുപ്പി ചേറുകൊണ്ട്, ആ മണ്ണുകൊണ്ട് ചേറുണ്ടാക്കി അവൻ്റെ കണ്ണിൽ പൂശിയിട്ട് പറഞ്ഞു, നീ പോയി ശീലോഹാം കുളത്തിൽ പോയി കണ്ണുകളെ കഴുകുക. കണ്ണുപൊട്ടൻ പറയുക, കണ്ണുപൊട്ടനായ എൻ്റെ കണ്ണിൽ, എൻ്റെ മുഖത്ത് ചേറ് വാരി തേച്ചിട്ട്
ഷീലോഹാൻ കുളത്തിൽ പോയി കഴുകാൻ പറഞ്ഞാൽ എങ്ങനെ കണ്ണു തുറക്കും? ഇതൊന്നും സയൻറ്റിഫിക്കായിട്ട് പ്രൂഫ് ചെയ്യാത്ത കാര്യമാണ്. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിൽ ഇവിടെ ഇരിക്കുന്ന ചിലരോട് പറയുന്നു, സയൻറ്റിഫിക്കായി ആർക്കും പ്രൂഫ് ചെയ്യാൻ പറ്റാത്തതാണ് കർത്താവിന് ചെയ്യാൻ ഇഷ്ടം. ഇന്ന് രാത്രി ആരും ചെയ്തിട്ടില്ലാത്തത് ദൈവം നിനക്ക് വേണ്ടി ചെയ്യോ. വേറൊരിടത്തും സംഭവിച്ചിട്ടില്ലാത്തത് നിന്റെ വീട്ടിൽ ഇന്ന് രാത്രി കർത്താവ് ചെയ്യോ. വേറൊരു യോഗത്തിലും നടക്കാത്തത് ഇന്ന് രാത്രി ഇവിടെ നടക്കോ. വിശ്വാസത്തിനൊരു പ്രവൃത്തിക്ക് നീ തയ്യാറാണ്.